إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയ കാര്യം സത്യവിശ്വാസികൾ മനസ്സിലാക്കിയതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രമാക്കണം ഇബാദത്ത് എന്നുള്ളതാണ് അള്ളാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ത്യാഗസമ്പന്നമായ ജീവിതം സ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, ഈ അള്ളാഹുവിന് മാത്രമാക്കുക ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ തൗഹീദിന്റെ പേരിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്ന അത്തൗഹീദു ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. എല്ലാ ഇബാദത്തുകളും, ഏതൊക്കെ ഇബാദത്തുകൾ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഇബാദത്തുകൾ അള്ളാഹുവിനെ മാത്രമാക്കുക എന്നുള്ള തൗഹീദ്, ആ തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ക്രൂരമായ അക്രമങ്ങൾക്ക് അദ്ദേഹം വിധേയനായത് ആ തൗഹീദ് മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിനെ തീക്കുണ്ടാരത്തിൽ അദ്ദേഹത്തെ എറിഞ്ഞതും ഈ തൗഹീദ് മുറുകെ പിടിച്ചതിന്റെ പേരിലാണ്. ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കുക. മറ്റുള്ളവർ സൃഷ്ടിക്കും, അത് ബിംബങ്ങളാകട്ടെ, അതുപോലെ തന്നെ അമ്പിയാക്കന്മാരാകട്ടെ, മലക്കുകളാകട്ടെ, ഏതു സൃഷ്ടികളാകട്ടെ, അവരിലേക്കൊന്നും തിരിച്ചുവിടാൻ പാടില്ല. ഇബാദത്തുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹുവിനെ മാത്രമാക്കുക എന്നുള്ള ആ മഹത്തായ തൗഹീദ് അത് മുറുകെ പിടിച്ചതിന്റെ പേരിലാണ് മഹാന്മാരായ പ്രവാചകന്മാർ, വിശിഷ്യ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയനായത്. ആ തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തൗഹീദോടുകൂടി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ പലപ്പോഴായി കേൾക്കുന്നുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദഅവ, അദ്ദേഹത്തിന്റെ പ്രബോധന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൗഹീദ് സ്ഥാപിക്കുന്ന വിഷയത്തിലായിരുന്നു. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന്റെ പ്രാധാന്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മ പുതുക്കേണ്ട ഒരു കാര്യമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ ഇബാദത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്തിനെ രണ്ടായി തിരിച്ചത് കാണാൻ സാധിക്കും പണ്ഡിതന്മാർ. രണ്ടു തരം ഇബാദത്തുകൾ.
വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇബാദത്തിനെ രണ്ടായി തിരിച്ചത് കാണാം. ഒന്ന് ഇബാദത്തുൻ ബദനിയ, മറ്റൊന്ന് ഇബാദത്തുൻ മാലിയ. എന്താണ് ഇബാദത്തുൻ ബദനിയ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദ. അത് തന്നെ 3 തരത്തിലായി വീണ്ടും വേർതിരിച്ചത് കാണാം. ഒന്ന് അൽ ഇബാദത്തു ബിൽ ഖൽബ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സുപ്രധാന ഘടകമായ ഹൃദയം കൊണ്ടുള്ള ഇബാദ. എന്താണ് ഹൃദയം കൊണ്ടുള്ള ഇബാദ എന്ന് പറഞ്ഞാൽ? ഹൃദയം കൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ നടക്കേണ്ടതുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഇബാദത്തുകൾ നടക്കുന്നത് ഹൃദയത്തിലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി അത് ഹൃദയത്തിൽ നടക്കുന്ന ഇബാദത്താണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് ഹൃദയത്തിൽ നടക്കുന്ന ഇബാദത്താണ്. അള്ളാഹുവിനുള്ള പ്രതീക്ഷ അത് ഹൃദയത്തിൽ നടക്കുന്ന ഇബാദത്താണ്. അതുപോലെ തന്നെ ഖുശൂഅ്, ഭയഭക്തി, അത് ഹൃദയത്തിൽ നടക്കുന്ന ഇബാദത്താണ്. അതുപോലെ തന്നെ നിയ്യത്ത്, നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന അനിയ്യ, അത് മനസ്സുകൊണ്ടുള്ള ഹൃദയം കൊണ്ടുള്ള ഇബാദത്താണ്. അങ്ങനെ ഹൃദയം കൊണ്ടുള്ള ഇബാദത്ത് ഒരു വശത്ത്. മറ്റൊന്ന് അൽ ഇബാദത്തു ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള ഇബാദ. നാവ് കൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമാണ് തിലാവത്തുൽ ഖുർആൻ. ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത് നാവ് കൊണ്ടുള്ള ഇബാദത്താണല്ലോ. അതുപോലെ തന്നെ ദിക്റുല്ലാഹ്, നാവ് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുമ്പോ ഇവിടെ നമ്മൾ തക്ബീർ ചൊല്ലി, അത് നാവ് കൊണ്ട് നമ്മൾ നടത്തിയ ഇബാദത്താണ്. മനസ്സിന്റെ സാന്നിധ്യമുള്ളതോടൊപ്പം തന്നെ നാവ് കൊണ്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അത് അൽ ഇബാദത്തു ബിൽ ലിസാൻ, നാവ് കൊണ്ട് നടക്കുന്ന ഇബാദത്താണ്. മൂന്നാമത്തെ ഒന്ന് അൽ ഇബാദത്തു ബിൽ ജവാരിഹ്, നാവും ഹൃദയവും കഴിച്ചാൽ ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് നടക്കുന്ന ഇബാദത്തുകൾ. സ്വലാ, നമ്മൾ നിസ്കരിച്ചു, ആ നിസ്കാരത്തിന് മറ്റു അവയവങ്ങൾ കൂടിയുള്ള പങ്കുണ്ട്. അത്തരത്തിലുള്ള മറ്റു അവയവങ്ങളുടെ സാന്നിധ്യം ആവശ്യമുള്ള ഇബാദത്തുകൾ, അതാണ് ഇബാദത്തുൻ ബദനിയ. ശാരീരികമായ ഇബാദത്തുകളെ ഇങ്ങനെ 3ആയി തിരിച്ചത് കാണാം. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം നടന്നിട്ടുള്ളത്. മറ്റൊന്ന് ഇബാദത്തുൻ മാലിയ, സമ്പത്ത് ആവശ്യമായിട്ടുള്ള ഇബാദ. അതിന് സമ്പത്ത് ആവശ്യമാണ്, പണം അതിനാവശ്യമാണ്. ആ ഇബാദത്ത് നടക്കണമെങ്കിൽ സമ്പത്തുണ്ടാകണം. അതിൽ സുപ്രധാനമാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്ത്, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആ സക്കാത്ത് എന്ന് പറയുന്ന ഇബാദ, ആ ഇബാദത്ത് നടക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമായിട്ടുള്ള സക്കാത്ത് എന്നുള്ള ഇബാദത്ത് നടക്കണമെങ്കിൽ സമ്പത്തുണ്ടാകണം. അതാണ് ഇബാദത്തുൻ മാലിയ എന്ന് പറഞ്ഞാൽ സമ്പത്ത് ആവശ്യമുള്ള ഇബാദ. സ്വതക്ക അതിൽപ്പെട്ടതാണ്. സ്വതക്ക കൊടുക്കണമെങ്കിൽ നമുക്ക് സമ്പത്തുണ്ടാകണം. അങ്ങനെ സമ്പത്ത് ആവശ്യമുള്ള ഇബാദ, ഇതിനാണ് ഇബാദത്തുൻ മാലിയ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 തരത്തിലുള്ള ഇബാദത്തുകളുണ്ട്. ഒന്ന് ഇബാദത്തുൻ ബദനിയ, മറ്റൊന്ന് ഇബാദത്തുൻ മാലിയ. ഒന്ന് ശാരീരികമായിട്ടുള്ള ഇബാദത്ത്, മറ്റൊന്ന് സമ്പത്ത് ആവശ്യമായിട്ടുള്ള ഇബാദ. എന്നാൽ വേറെ ചില ഇബാദത്തുകളുണ്ട്, അതിന് സമ്പത്തും ആവശ്യമാണ്, അതുപോലെ തന്നെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം. അതിന് സമ്പത്ത് ചെലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ അൽ ഹജ്ജ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവന് സമ്പത്തുണ്ടാകണം, എങ്കിലേ അവൻ അവിടെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഉംറ പോലെയുള്ള ചില ഇബാദത്തുകൾക്ക് സമ്പത്തും ആവശ്യമായി വരും. അതുപോലെ തന്നെ ശരീരത്തിന്റെ സാന്നിധ്യവും ഇബാദ ബദനിയയും ഇബാദ മാലിയയും കൂടി വരുന്ന ഇബാദത്തുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇങ്ങനെ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ശരീരവും ശാരീരികവുമായിട്ടുള്ള ഇബാദത്തുകൾ നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം കാണാൻ സാധിക്കും. അതിൽ സുപ്രധാനമായ ഇബാദത്താണ്, സമ്പത്ത് ആവശ്യമുള്ള ഇബാദത്താണ് അസ്സബ്ഹ്, ബലികർമ്മം എന്നുള്ളത്. ബലികർമ്മം എന്നുള്ള മഹത്തരമായ ഇബാദ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅജല്ലുൽ ഇബാദാത്തിൽ ബദനിയ അസ്സലാ, ശരീരം കൊണ്ട് നടക്കുന്ന ഇബാദ ബദനിയ നമ്മൾ പറഞ്ഞല്ലോ, അതിലേറ്റവും സുപ്രധാനമായ ഇബാദത്ത് നിസ്കാരമാണ്. വഅജല്ലുൽ ഇബാദാത്തിൽ മാലിയ, എന്നാൽ വഅജല്ലുൽ ഇബാദാത്തിൽ ബദനിയ അസ്സലാ, ശാരീരികമായി ശരീരം കൊണ്ടുള്ള ഇബാദത്തിൽ ഏറ്റവും സുപ്രധാനമായത് നിസ്കാരമാണെങ്കിൽ വഅജല്ലുൽ ഇബാദാത്തിൽ മാലിയ, സമ്പത്ത് ആവശ്യമുള്ള സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്തിൽ ഏറ്റവും സുപ്രധാനമായത് അന്നഹർ, ബലികർമ്മമാണ്. ബലികർമ്മം നടത്തണമെങ്കിൽ നമ്മുടെ അടുത്ത് പണം വേണം. അങ്ങനെ നമ്മൾ ബലിമൃഗത്തെ വാങ്ങി നമ്മൾ അറുക്കുന്നു. അങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും സുപ്രധാനമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുക എന്നുള്ളതാണ്.
സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈദുൽ അദ്ഹയിലാണ്. ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ ബലിമൃഗങ്ങളുടെ പെരുന്നാൾ അഥവാ ബലിപെരുന്നാൾ എന്ന് നമ്മൾ പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മം ഈ ദിവസങ്ങളിൽ നടക്കുന്നത് ബലികർമ്മം തന്നെയാണ്. അതുകൊണ്ടാണ് ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ എന്ന് പേര് തന്നെ വന്നിട്ടുള്ളത്. ഇത് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ. ഈ ബലിപെരുന്നാളിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമു അറഫ വയൗമുൻ നഹർ വഅയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം. യൗമു അറഫ, അറഫ ദിവസവും അതുപോലെ തന്നെ യൗമുൻ നഹർ ബലി ദിവസം അഥവാ പെരുന്നാളിന്റെ ദിവസവും അയ്യാമുത് തശ്രീഖ് ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ, ഇതിനാണ് അയ്യാമുത് തശ്രീഖ് എന്ന് പറയുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യൗമു അറഫ മുതൽ അയ്യാമുത് തശ്രീഖ് വരെയുള്ള ദിവസം ഈദുനാ അഹ്ലൽ ഇസ്ലാം, അത് മുസ്ലിങ്ങളുടെ പെരുന്നാളാണ്. നമ്മുടെ പെരുന്നാളാണ്, മുസ്ലിങ്ങളുടെ പെരുന്നാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, വഹിയ അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹ്. ഈ പെരുന്നാൾ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തീറ്റയുടെ കുടിയുടെ ദിവസങ്ങളാണ്. വദിക്രിൻ ലില്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കേണ്ട ദിവസങ്ങളാണ്. അള്ളാഹുവിനെ ഓർക്കുക. തീറ്റയുടെ കുടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല എന്നർത്ഥം. അന്ന് തിന്നേണ്ട ദിവസമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൂർത്തടിച്ച് തിന്നണം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അന്ന് നോമ്പെടുക്കാൻ പാടില്ല, നോമ്പ് ഹറാമാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈ സുപ്രധാനമായ ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ബലികർമ്മമാണ്. ആ ബലികർമ്മം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമാണ്. സൂറത്തുൽ അൻആമിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്നത് കാണാൻ സാധിക്കും. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ, താങ്കൾ പ്രഖ്യാപിക്കണം, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നിസ്കാരം, വനുസുകി, നുസുഖ് എന്ന് പറഞ്ഞാൽ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ്, അല്ലാഹു റഹിമഹുല്ലാഹ്, മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഐ ദബീഹതി, എന്റെ ബലികർമ്മം എന്നാണ്. വനുസുഖി, എന്റെ ബലികർമ്മം, വമഹ്യായ വമമാതി, എന്റെ ജീവിതം, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരുടെ റബ്ബായിട്ടുള്ള അല്ലാഹുവിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. അപ്പൊ എന്റെ നിസ്കാരം ആർക്കുള്ളതാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. വനുസുഖി, എന്റെ ബലികർമ്മം, അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ബലികർമ്മം തന്നെയാണ്. ആ ബലികർമ്മം ആർക്കുള്ളതാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബായ, ആലമുകളുടെ റബ്ബായ അല്ലാഹുവിനുള്ളതാണ്. ലില്ലാ എന്ന് പറയുന്ന ലാമുണ്ടല്ലോ, അത് ലാമുൽ ഇസ്തിഹ്ഖാഖ്. ആ ബലികർമ്മവും നിസ്കാരവും, ആ രണ്ട് പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ആർക്കാണ് കൊടുക്കേണ്ടത്? അത് അള്ളാഹുവിനാണ് കൊടുക്കേണ്ടത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്താണ് ഈ നിസ്കാരം അതുപോലെയുള്ള ബലികർമ്മം എന്നുള്ളത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്, എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മവും റബ്ബിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. മാത്രമല്ല, വളരെ സുപരിചിതമായിട്ടുള്ള സൂറത്തുൽ കൗസർ, ആ സൂറത്തുൽ കൗസർ, അതിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇന്നാ അഅതൈനാകൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. അതിൽ സുപ്രധാനമായിട്ടുള്ളതാണ് അൽ ഹൗലുൽ കൗസർ എന്നുള്ള ആ പരലോകത്ത് ലഭിക്കുന്ന ആ പാനീയം ഉൾക്കൊള്ളുന്ന ആ ഹൗലുൽ കൗസർ. ആ ഹൗലുൽ കൗസർ ഉൾപ്പെടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിലും പരലോകത്തും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഫസല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം. വൻഹർ, റബ്ബിന് വേണ്ടി അറുക്കണം, അറവ് നടത്തണം എന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്നു. നിസ്കാരം പറഞ്ഞു, അതിന്റെ കൂടെ ബലികർമ്മം പറഞ്ഞു. നേരത്തെയും സൂറത്തുൽ അൻആമിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന സ്വലാത്തി വനുസുകി, നിസ്കാരത്തിന്റെ കൂടെയാണ് ബലികർമ്മം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ രണ്ട്, നിസ്കാരം എന്ന് പറയുന്ന മഹത്തരമായ ഇബാദ, അതിന്റെ പ്രാധാന്യം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്.
അതിന്റെ കൂടെയാണ് ബലികർമ്മത്തെ ചേർത്തി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ബലികർമ്മത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഖുർആനിൽ 2 സന്ദർഭങ്ങളിൽ നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിക്കണമെന്ന് പറഞ്ഞു, അതിന്റെ കൂടെ നീ ബലികർമ്മം ചെയ്യണം എന്നുള്ള കാര്യവും പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം സഹോദരങ്ങളെ. ഇവിടെ നിസ്കാരം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബലികർമ്മം എന്ന് പറയുന്നത്, അത് ഏതു സമയത്തുള്ള ബലികർമ്മവും നിസ്കാരവുമാകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ അഭിപ്രായം. എന്നാൽ ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, ഇവിടെ പറഞ്ഞിട്ടുള്ള ഫസല്ലി റബ്ബിക് എന്ന് പറഞ്ഞ നിസ്കാരം ഈ ഈദുൽ അദ്ഹയിലെ നിസ്കാരമാണ്. ഇപ്പോൾ നമ്മൾ നിർവഹിച്ച നിസ്കാരമുണ്ടല്ലോ, വൻഹർ എന്ന് പറഞ്ഞാൽ ബലി ദിവസങ്ങളിൽ നീ ബലിയറുക്കുക അഥവാ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബലികർമ്മമാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ബലികർമ്മം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ താല്പര്യമുള്ള ആളായിരുന്നു ഈ അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുക എന്നുള്ള കാര്യത്തിൽ. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്, ആ ഹജ്ജിന്റെ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങളെയാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ ബലിയറുച്ചത്. 100 ഒട്ടകങ്ങളെ. അതിൽ 63 ഒട്ടകവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ടാണ് അറുത്തിട്ടുള്ളത്. ബാക്കി 37 ഒട്ടകത്തെ, ബാക്കിയുള്ള ഒട്ടകങ്ങളെ 63 ശേഷമുള്ള ഒട്ടകങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ് സഹോദരങ്ങൾ. 63 ഒട്ടകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് തന്നെ അറുത്തു ഹജ്ജിന്റെ സന്ദർഭത്തിൽ. 37 ഒട്ടകങ്ങൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. 100 റസൂലിന്റെ ഒട്ടകമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താല്പര്യത്തോടു കൂടി ചെയ്ത കാര്യമാണത്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തരമായ ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹർ, ബലികർമ്മത്തിന്റെ ദിവസമാണെന്ന് പറഞ്ഞു. അഥവാ പെരുന്നാളിന്റെ ദിവസമാണ് യൗമുൻ നഹർ. അത് ബലിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ആ ദിവസത്തെ അറിയിക്കുന്നത്. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പേരിൽ അറവ് നടക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ വേളയിൽ മക്കയിൽ നടക്കുന്ന ബലികർമ്മങ്ങൾ. അതാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പരിചയപ്പെടുത്തിയത് യൗമുൻ നഹർ, ബലിയുടെ ദിവസം എന്നാണ്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും അഫ്ളലായ ഹജ്ജ് ഏതാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ ഹജ്ജ് ഏതാണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ള 2 കാര്യങ്ങളാണ് ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അൽ അജ്ജു വസ്സജ്ജു എന്നാണ് പറഞ്ഞത്. അജ്ജ് എന്ന് പറഞ്ഞാൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്ന തൽബിയത്തിന്റെ വാചകം ഉറക്കെ ഉച്ചരിക്കുക എന്നുള്ളതാണ്. സജ്ജ് എന്ന് പറഞ്ഞാൽ ബലികർമ്മം നടത്തുക, ഹജ്ജിന്റെ വേളയിൽ നടത്തുന്ന ബലികർമ്മമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം സഹോദരങ്ങളെ. അപ്പൊ ഹജ്ജിൽ ഏറ്റവും അഫ്ളലായ ഹജ്ജ് എന്ന് ചോദിച്ചപ്പോ തൽബിയത്ത് ഉറക്കെ ചെല്ലുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്ന് റസൂലുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞത് ബലികർമ്മത്തിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നടത്തുക എന്നുള്ളതിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നടത്തിയിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഉദ്ഹിയ്യത്തിന്റെ സന്ദർഭം. ഹജ്ജില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നാടുകളിൽ വെച്ച് നടത്തുന്ന ഉദ്ഹിയ്യ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകളെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വർഷവും അറുക്കാറുള്ളത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കറുപ്പു ചേർന്ന വെളുപ്പ് നിറത്തിലുള്ള 2 ആടുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്തിന് അറുത്തു. വദബഹുമാ ബിയദിഹി, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഉദ്ഹിയ്യത്തിന് മൃഗത്തെ ആരെങ്കിലും ഏൽപ്പിച്ചുകൊണ്ട് വെറും കേവലം ഷെയർ കൂടിയ ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെയാണ്. അവര് ഷെയർ കൂടും, അതെന്നെ ഫോണിൽ വിളിച്ചിട്ടാണ് പറയാം, എന്നിട്ട് പിന്നെ അവര് ആ മാംസം വാങ്ങാൻ സമയത്താണ് എത്തുക. ഒന്ന് അറവ് കാണാൻ പോലും അവരുണ്ടാവുകയില്ല. സഹോദരങ്ങൾ, അത് ശരിയായ രൂപമല്ല. അത് നമ്മൾ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ അറവ് മൃഗത്തെ അറുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഷെയർ കൂടിയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെ, അല്ലെങ്കിൽ സ്വന്തമായി അറുക്കുന്ന അവർ തന്നെ പരമാവധി അറുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബലികർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബലികർമ്മം തന്നെയാണ്. ആ മാംസ വിതരണം
അതിന് മറ്റൊരു പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണത്. പലരും വിചാരിച്ചിട്ടുള്ളത് ഈ ബലിമൃഗത്തിൽ നിന്നുള്ള മാംസ വിതരണം അത് സാധുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക, ഇതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഈ കർമ്മത്തിലുള്ളത് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അത് പുണ്യമുള്ള കാര്യം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഈ ബലികർമ്മത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ആ അറവ് തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തുക, അതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനം അതാണ്. മറ്റുള്ളവർക്ക് ആ മാംസം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ അല്ലെങ്കിൽ അതിനടുത്ത ശേഷമുള്ള കാര്യമാണ്. നമ്മളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ കാന ലഹു സഅതുൻ വലം യുളഹി. ഒരുത്തിന് കഴിവുണ്ടായിട്ടും അവൻ ഉളഹിയത്ത് അറക്കുന്നില്ല. റസൂലുള്ളാഹി അവനോട് എന്താ പറഞ്ഞത്? ഫലാ യഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് അടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിവുണ്ടായിട്ടും അവൻ ഉളഹിയത്ത് അറക്കുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പലരും ഈ വിഷയത്തിൽ വലിയ അലംഭാവം കാണിക്കുന്നവരാണ്. ഈ ഉളഹിയത്തിന്റെ കാര്യം പറയുമ്പോഴേക്ക് അവർക്കില്ലാത്ത പ്രാരാബ്ദങ്ങളില്ല, അവർക്കില്ലാത്ത പ്രയാസങ്ങളില്ല. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നിഷ്പക്ഷമായി നമ്മളൊന്ന് മനസ്സിനോട് ചോദിക്കണം, ഈ 7,000-8,000 രൂപ ചെലവുള്ള ഈ ഒരു കർമ്മം ചെയ്യാൻ പല തടസ്സങ്ങൾ പറയുക എന്നുള്ളത് ന്യായമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 2-3 വർഷത്തിനിടയിൽ 2-3 മൊബൈൽ ഫോണുകൾ, 10,000-ന്റെയും 15,000-ന്റെയും മൊബൈൽ ഫോണുകൾ നമ്മൾക്ക് മാറ്റാൻ പ്രയാസമുണ്ടായിട്ടില്ല. നമ്മുടെ അടുത്തൊക്കെ ആൻഡ്രോയിഡ് ഫോണുകളുണ്ട്, അതിനൊക്കെ 8,000-10,000 വിലയുണ്ട് ചുരുങ്ങിയത്. അതിനൊന്നും ഒരാൾക്കും പ്രയാസമില്ല. അത് മോഡലുകൾ മാറുന്നതിനനുസരിച്ച് അത് മാറ്റാൻ ആർക്കും ഒരു പ്രയാസമേ അല്ല. പക്ഷെ ഉളഹിയത്തിന്റെ കാര്യം, ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളുടെ കാര്യം പറയുമ്പോഴേക്ക് അവർക്ക് പിശാച് പല രൂപത്തിലുള്ള ഫഖറിനെ അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഇനിയും നമ്മൾക്ക് അവസരമുണ്ട്. അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിലും നമ്മൾക്ക് അറവ് നടത്താം. ഈ സമയത്ത് നമ്മൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അയ്യാമുത്ത് തശ്രീഖിന്റെ ഇനി വരുന്ന 2-3 ദിവസങ്ങളിൽ നമുക്ക് അറവ് നടത്താവുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന അലാ കുല്ലി അഹ്ലി ബൈത്തിൻ ഫീ കുല്ലി ആമിൻ ഉദ്ഹിയ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, എല്ലാ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഉദ്ഹിയത്ത് അവരുടെ ബാധ്യതയാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഉദ്ഹിയത്ത് നിർബന്ധമാണോ സുന്നത്താണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് പ്രബലമായ സുന്നത്താണ് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ഹദീസിലെ ചില പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് കഴിവുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് വാജിബാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ കഴിവുള്ള ആളുകൾ ഇതിലൊരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല നീയത്തോടുകൂടി ഒരു 8,000-ഓ 10,000-ഓ ചെലവഴിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാകരുത്. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ഏത് സമയം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയാൻ കഴിവുള്ളവനാണ്. അതിനുള്ള ചില ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്ര പൂഴ്ത്തി വെച്ചിട്ടും എത്ര പിശുക്ക് കാണിച്ചിട്ടും അതുപോലെ തന്നെ പല രൂപത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടും എടുത്തു വച്ചാലും അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ, ഒറ്റ നിമിഷം കൊണ്ട് വലിയ ധനികന്മാരെ ദരിദ്രനാക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ്. ഇന്നലെ വരെ പണക്കാരായിരുന്ന ആളുകൾ ഒറ്റ നിമിഷം കൊണ്ട്, ഒരു മഴ കൊണ്ട്, അള്ളാഹു തആലയുടെ ഖദർ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. സത്യവിശ്വാസികൾക്ക് അതിൽ പാഠമുണ്ട്. നമ്മൾ അവരെ സഹായിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ പഠിക്കാൻ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അത് വിശദീകരിച്ചു. സഹോദരങ്ങളെ, അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ സമ്പന്നനായ ഒരുത്തൻ നാളെ ദരിദ്രനായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ എനിക്കുണ്ടാവുകയില്ല എന്നൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് അള്ളാഹുവിന് വേണ്ടി ധാരാളമായി ചെലവഴിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നടത്തിയിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് അഖീഖയുടെ സന്ദർഭം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിയുണ്ടായി കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം പ്രത്യേകം സുന്നത്തുള്ള ആ ആൺകുട്ടിയാണെങ്കിൽ 2 ആടും, പെൺകുട്ടിയാണെങ്കിൽ 1 ആടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അഖീഖ എന്ന് പറയുന്ന ബലികർമ്മം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ അദ്ദേഹത്തിന്റെ 2 പേരക്കുട്ടികൾക്ക് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തോട്, ഉമ്മു ഖുർസ് റളിയല്ലാഹു അൻഹ
ഈ അഖീഖയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അനിൽ ഗുലാമി ശാതാനി വ അനിൽ ഉൻസ വാഹിദ, ആൺകുട്ടിയാണെങ്കിൽ 2 ആട് അറുക്കണം, പെൺകുട്ടിയാണെങ്കിൽ 1 ആട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു ലാ യദുറുക്കും ദുഖ്റാനൻ അമീനാത, ആണിനെയും പെണ്ണിനെയും അറുക്കാം. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പെണ്ണാടിനെ അറുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെണ്ണൊട്ടകത്തെ അറുക്കാൻ പാടില്ല, ഈ അറവ് മൃഗങ്ങളിലെ പെണ്ണിനെ അറുക്കാൻ പാടില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു ലാ യദുറുക്കും ദുഖ്റാനൻ അമീനാത, ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, തന്റെ മക്കൾക്ക് വേണ്ടി അറവ് നടത്താത്ത ആളുകൾ, അഖീഖ അറുക്കാത്ത ആളുകൾ അന്ന് സാമ്പത്തികമായി പ്രയാസപ്പെട്ടത് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമ്മൾ അത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾക്കത് ചെയ്യാവുന്നതാണ്. കുല്ലു ഗുലാമിൻ മുർതഹിനും ബിഅഖീഖതിഹി, റസൂലുള്ളാഹി പറഞ്ഞു എല്ലാ മക്കളും അവരുടെ അഖീഖ കൊണ്ട് പണയപ്പെട്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ്, സ്വന്തത്തിന്റെ ഉത്തരവാദിത്തമല്ല. എന്റെ ഉപ്പ എനിക്ക് വേണ്ടി അറുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അറുക്കട്ടെ എന്നല്ല. എന്റെ ഉപ്പയുടെ ബാധ്യതയാണ് എനിക്ക് വേണ്ടി അറവ് നടത്തുക എന്നുള്ളത്, ഓരോ പിതാവിന്റെയും ബാധ്യതയാണ്. സഹോദരങ്ങളെ, നമ്മൾ മക്കൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവരുടെ പഠനത്തിനു വേണ്ടി 10,000-ങ്ങളും ലക്ഷങ്ങളും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കുറഞ്ഞ പൈസ ചെലവുള്ള ആ പഠനത്തിലെ ലക്ഷങ്ങളും 10,000-ങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ശതമാനമുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പണം ചെലവാക്കിയിട്ടില്ല. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, സാമ്പത്തികമായി അന്ന് പ്രയാസമുള്ളതായി ആ സമയം അങ്ങനെയായി ഇരിക്കാം. സഹോദരി, ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു ആട്, അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുത്ത് നമ്മൾക്ക് ഇപ്പോഴും ആ കാര്യം ചെയ്യാവുന്നതാണ്. ഈ വിഷയത്തിലും പണ്ഡിതന്മാർ ചില ആളുകൾ അത് വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രബലമായ അഭിപ്രായം അത് പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ബാധ്യതകളിൽ ഒന്നാണ് അവർക്ക് വേണ്ടി അഖീഖ അറുക്കുക എന്ന് പറഞ്ഞാൽ. അവരുടെ മക്കൾ നന്നാകാൻ, നാളെ പരലോകത്ത് ആ മക്കൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനൊക്കെ അത് കാരണമാകുമെന്ന് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതുകൂടി നമ്മൾ ചേർത്തി മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ പിതാവിന്റെ ഉത്തരവാദിത്തമാണത്, അവരത് ശ്രദ്ധിക്കണം. അവർക്ക് അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ചെയ്യണം. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതും പ്രോത്സാഹിപ്പിച്ചതുമായ ബലികർമ്മം എന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്ത്. സഹോദരങ്ങളെ, ഈ ഇബാദത്തുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പേരിലാണ് അത് അറുത്തിട്ടുള്ളത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അറുത്തിട്ടുള്ളത്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഈ അറവ് എന്ന് പറയുന്ന ഇബാദത്തിനെ തിരിച്ചുവിട്ടാൽ, അത് മറ്റു ഇബാദത്തുകളൊക്കെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് തിരിച്ചുവിട്ടാൽ എന്ത് സംഭവിക്കുന്നു? ശിർക്ക് സംഭവിക്കും. ആ ശിർക്ക് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. അറവ് അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ ഒരു സൃഷ്ടിയിലേക്ക് നമ്മൾ തിരിച്ചുവിടാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രമേ നമ്മൾ അറക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ അറക്കാൻ പാടുള്ളൂ. മറ്റു സൃഷ്ടികളിലേക്ക്, അതേതെങ്കിലും ഖബറുകളുടെ പേരിലാകട്ടെ, മക്ബറുകളുടെ പേരിലാകട്ടെ, അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ പേരിലാകട്ടെ, അവർക്ക് വേണ്ടി അവരുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അറവ് നടത്തിയാൽ അത് ശിർക്കുൻ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. ഒരു ഖബറാളിക്ക് വേണ്ടി അറക്കുകയാണ്. ആ അറക്കുന്ന സമയത്ത് ആ ഖബറാളിയോട് അടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ അറക്കുന്നതെങ്കിൽ അവൻ ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കാണ് ചെയ്തിട്ടുള്ളത്. കാരണം അള്ളാഹുവിന് വേണ്ടി മാത്രം അറുക്കപ്പെടേണ്ട ബലികർമ്മം എന്ന് പറയുന്ന ഇബാദ അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയിലേക്ക് അവൻ തിരിച്ചുവിട്ടു. അതാണ് ശിർക്ക്. സർഫു ശൈഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാഹ്, ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു ഇനം അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് ശിർക്ക്. ശിർക്കിന്റെ ഒരു വശം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖ്റ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അഖ്റില്ല എന്ന് പറഞ്ഞു. അഖ്ർ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അവർക്ക്. അവർ ഖബറിന്റെ അടുത്ത് വന്ന് ആ ഖബറാളിക്ക് വേണ്ടി അവർ അറവ് നടത്തും. ഒരു പശുവിനെയോ ആടിനെയോ അവർ അറവ് നടത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിൽ ഈ ഏർപ്പാടില്ല എന്ന് പറഞ്ഞു. ഖബറിനെ ചുറ്റിപ്പറ്റിയുള്ള അറവുകൾ ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ അഖ്റ ഫിൽ ഇസ്ലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ്. സഹോദരങ്ങളെ, ചെറുതായി കാണരുത്. ഇസ്ലാമിൽ അതില്ല എന്ന് റസൂലുള്ളാഹി വ്യക്തമായി തന്നെ പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും അറവ് നടത്തിയാൽ
അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ശാപം അവനിലുണ്ട്, അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറവ് നടത്തിയാൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അള്ളാഹുവിന്റെ ശാപമാണ്. എന്താ അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ? ലഅനത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തർദു വൽ ഇബ്ആദു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റിക്കളയും. അതാണ് അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നാളെ നമുക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ നാളെ സ്വർഗത്തിലേക്ക് എത്തുന്നത്. ആ റഹ്മത്തിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റിക്കളയും, അവനെ ആട്ടിയോടിച്ചു കളയും എന്നാണ് അള്ളാഹുവിന്റെ ലഅനത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് സഹോദരങ്ങളെ, ഈ കർമ്മം എന്ന് പറയും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവരിലേക്ക് അടുക്കണമെന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഏത് സൃഷ്ടിക്കാകട്ടെ, അത് അമ്പിയാക്കന്മാർക്കാകട്ടെ, ഔലിയാക്കന്മാർക്കാകട്ടെ, ബിംബങ്ങൾക്കാകട്ടെ, മക്ബറകളിലേക്കാകട്ടെ, ആരിലേക്ക് ആ തഖർറുബ് ആഗ്രഹിച്ചുകൊണ്ട് അവൻ ബലികർമ്മം നടത്തിയാൽ സഹോദരങ്ങളെ അവിടെ സംഭവിക്കുന്നത് ശിർക്കാണ്. അള്ളാഹുവിന്റെ ലഅനത്താണ് അവന് കിട്ടുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മഹാനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകം നമ്മൾക്ക് കാണാൻ സാധിക്കും ഹദീസുകളിൽ. അദ്ദേഹം പറഞ്ഞു, ദഖല റജുലുൻ അൽ ജന്നത ഫീ ദുബാബിൻ വദഖല അൻ-നാറ റജുലുൻ ഫീ ദുബാബിൻ. ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, മറ്റൊരു മനുഷ്യൻ ഒരു ഈച്ചയുടെ വിഷയത്തിൽ തന്നെ നരകത്തിലും പ്രവേശിച്ചു എന്ന് പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണെങ്കിലും ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ റസൂലിന്റെ മർഫൂഇന്റെ ഹുക്മാണ്, റസൂലുള്ള പറഞ്ഞതിന്റെ ആ ഒരു ഫലമാണുള്ളത്. കാരണം ഒരിക്കലും ഒരു സഹാബി റസൂലിൽ നിന്ന് കേൾക്കാത്ത ഒരു ഗൈബിയായ നരകത്തിൽ പ്രവേശിച്ചു, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു സഹാബി പറയുകയില്ല എന്നാണ്. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞതെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച കാര്യമാണത്. എന്താണ് ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു, മറ്റൊരാൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ ചോദിച്ചു, എങ്ങനെയാണത്? വകൈഫ ദാലിക്? ആ സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, രണ്ടാളുകൾ, ഒരു വിഭാഗം ഒരു ജനതയുടെ അടുത്തുകൂടെ നടന്നുപോയി. ആ ജനത എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബിംബമുണ്ട്. ആ ബിംബത്തിനെ ഒരു ബലികർമ്മം നടത്താതെ ആ നാട്ടിലൂടെ അവർ കടത്തിവിടുകയില്ല. ആര് വന്നാലും ആ ബിംബത്തിന് വല്ലതും അവർ എന്ത് ചെയ്യണം? ബലിയായി കൊടുക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും വന്ന സമയത്ത് ഇതിലൊരുത്തനോട് പറഞ്ഞു, ഖരീബ്, നീ ഒരു ബലികർമ്മം നടത്തണം ഈ ബിംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്ത് ബലികർമ്മം നടത്താൻ ഒന്നുമില്ല. അപ്പോ അവര് പറഞ്ഞു, ഖരീബ് വലൗ ദുബാബ, നീ എന്ത് ചെയ്യണം? ഒരു ഈച്ചയെങ്കിലും എന്ത് ചെയ്യണം? ബലികർമ്മം നടത്തണം ഈ ബിംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ഈച്ചയെ ബലികർമ്മം നടത്തി. അങ്ങനെ ആ നാട്ടുകാർ അവനെ വെറുതെ വിട്ടു. ആ വ്യക്തി നരകത്തിൽ പ്രവേശിച്ചു. ഒരു ഈച്ചയെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഈച്ചയെ അള്ളാഹു അല്ലാത്ത ഒരു ബിംബത്തിന് അവൻ ബലികർമ്മം നടത്തിയപ്പോ അവൻ നരകത്തിൽ പ്രവേശിച്ചു. മറ്റൊരുത്തൻ എന്താണ്? അദ്ദേഹത്തോട് ഇവർ പറഞ്ഞു, ഖരീബ് എന്ന് പറഞ്ഞു, ബലിയർപ്പിക്കണം ഈ ബിംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, അദ്ദേഹത്തോട് ഒരു ഈച്ചയെങ്കിലും നീ എന്ത് ചെയ്യണം? ബലിയർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാചകം, സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസി, ഒരു മുവഹിദായ തൗഹീദുള്ള ഒരു വ്യക്തി എപ്പോഴും പറയേണ്ട വാചകമാണത്. മാ കുൻതു ലിഉഖർരിബ ലിഅഹദിൻ ശൈഅൻ ദൂനല്ലാഹ്. അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്ക്, ആർക്കാകട്ടെ, ഒരാൾക്കും ഞാൻ ഒന്നും തന്നെ ബലിയർപ്പിക്കുന്നവനെ അല്ല. മാ കുൻതു ലിഉഖർരിബ, ഈ ലാമുൽ ജുഹൂദ് എന്നാണ് പറയുക, കടുത്ത നിഷേധത്തോടു കൂടി പറയാണ്, ഞാൻ ബലിയർപ്പിക്കുന്നവനെ അല്ല. ലിഅഹദിൻ ശൈഅൻ ദൂനല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഒന്നും തന്നെ ഞാൻ ബലിയർപ്പിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഞാൻ അത് ചെയ്യുന്നവനെ അല്ല ഞാൻ എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ആ വിഭാഗം അദ്ദേഹത്തെ കൊല ചെയ്തു. അയാൾ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരുത്തൻ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ആ ബലികർമ്മം നടത്താൻ തയ്യാറായില്ല. അതിന്റെ പേരിൽ അവർ കൊല ചെയ്തു. അദ്ദേഹം സ്വർഗത്തിലെത്തി. മറ്റൊരാൾ അദ്ദേഹം ആ
ബലികർമ്മം ആ ബിംബത്തിന് ചെയ്തു, അതിന്റെ പേരിൽ അദ്ദേഹം നരകത്തിലുമെത്തി. സഹോദരങ്ങളെ, നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് നമ്മൾ ആവർത്തിച്ചു പറയണം. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു സൃഷ്ടിക്കും ഞാൻ ബലിയർപ്പിക്കുകയില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ഇതൊരു കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും, അത് ഖബറുകൾക്കാണെങ്കിലും ജാറങ്ങൾക്കാണെങ്കിലും അങ്ങനെയുള്ള ഒന്നിലേക്കും നമ്മളത് ചെയ്യാനേ പാടില്ല. സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത സ്ഥലത്ത് നടക്കുന്ന, അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഉറൂസ് എന്ന പേരിൽ നടക്കുന്ന ആ ഒരു ഒരിക്കലും ഇസ്ലാമിൽ തെളിവില്ലാത്ത ആ കാര്യം നമ്മൾ നിഷ്പക്ഷമായി ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തോടുള്ള അമർഷം കൊണ്ടോ പറയുന്ന വിഷയമല്ല. സഹോദരങ്ങൾ, അവിടെ നിൽക്കുന്ന നേർച്ചയാകട്ടെ ബലികർമ്മമാകട്ടെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. നേർച്ച എന്ന് പറയുന്നതും ഇബാദത്താണ്. നസ്ർ എന്ന് പറയുന്നത് അതും അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇസ്ലാമിൽ വല്ല തെളിവുമുള്ള കാര്യമാണോ എന്ന് നമ്മൾ പഠിക്കണം. അവിടെ നടക്കുന്ന അറിവുകൾ, അവിടെ നടക്കുന്ന നേർച്ചകൾ, അവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾ ഇസ്ലാമുമായി വല്ല ബന്ധമുണ്ടോ എന്നുള്ളത് മുസ്ലിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നിഷ്പക്ഷമായി നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ ജീവിച്ചിരിക്കെ തന്നെ മഹാന്മാരായ പല സഹാബത്തും മരിച്ചുപോയിട്ടുണ്ട്. അവരുടെ ഒന്നും ശ്രേഷ്ഠത ഒരിക്കലും ഇവിടെ കിടക്കുന്ന ഒരാൾക്കും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്. ഖൈറുന്നാസി ഖർനി, എന്റെ ഖർനാണ് അഥവാ സഹാബത്താണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. അതിനുശേഷം വന്ന ഏത് ഔലിയാക്കന്മാരാകട്ടെ സഹാബത്തിനോളം വരികയില്ല. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. സഹോദരങ്ങളെ, സഹാബത്ത് പലരും മരിച്ചുപോയിട്ടുണ്ട് റസൂലുള്ള ജീവിച്ചിരിക്കെ. പക്ഷേ അവരുടെ മരണസമയത്ത് ഓരോ വർഷം തികയുമ്പോ അല്ലെങ്കിൽ അവരുടെ ജാറത്തിൽ അല്ലെങ്കിൽ അവരുടെ ഖബറുകളിൽ ചെന്ന് റസൂലുള്ള ഒരു അറവോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള നേർച്ചയോ നടത്തിയതായി നമുക്ക് തെളിവില്ല. സയ്യിദു ശുഹദാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലിന് പ്രിയപ്പെട്ടയാളായിരുന്നു. ശുഹദാക്കന്മാരുടെ സയ്യിദാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം റസൂലുള്ള ജീവിച്ചിരിക്കെ മരിച്ച ഉഹദിൽ ഷഹീദായിട്ടുള്ള മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഖബറിൽ ചെന്ന് റസൂൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഉറൂസ ആണ്ടോ അതുപോലുള്ള നേർച്ചയോ നടത്തിയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ വിഷയം പഠിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ 6000-ൽ കൂടുതൽ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു നോക്കൂ, വളരെ നിഷ്പക്ഷമായി പരിശോധിച്ചു നോക്കൂ. ഈ രൂപത്തിലുള്ള ഒരു നേർച്ച, അത്തരത്തിലുള്ള ആണ്ട്, ആ രൂപത്തിലുള്ള ബലികർമ്മങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. 10,000-കണക്കിന് സഹീഹായ ഹദീസുകൾ പരിശോധിച്ചു നോക്കൂ. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ചര്യയുണ്ടോ എന്നുള്ളത്. ഇസ്ലാം, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രമാണം വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. അതിനെ എങ്ങനെയാണ് മഹാന്മാരായ സലഫുകൾ വിശിഷ്യ സഹാബത്ത് മനസ്സിലാക്കിയത്, അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹാബത്തിന്റെ ചര്യ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സഹാബിയുടെ പേരിൽ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന സമയത്തോ റസൂലിന്റെ വഫാത്തിന് ശേഷം മറ്റു സഹാബികളോ ഈ രൂപത്തിൽ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്ക്. ഇവിടെ പറയുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതിനനുസരിച്ചോ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. പഠനം പലപ്പോഴും ഇത്തരത്തിലുള്ള ഉറൂസുകൾക്കും ആണ്ടുകൾക്കും ഒക്കെ തലവെച്ചു കൊടുക്കുന്നത് വലിയ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അവർ ഈ ദുനിയാവിൽ വല്ല വിഷയം നടന്നാൽ അതിന് ഗവേഷണം നടത്തുന്ന, റിസർച്ച് നടത്തുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും ഇല്ലാത്ത ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും തലവെച്ചു കൊടുക്കുന്നത്. ദുനിയാവിലൊരു വിഷയം കഴിയുമ്പോൾ അവർ പഠിക്കുകയാണ്, അവർ പുസ്തകങ്ങൾ സെർച്ച് ചെയ്യുകയാണ്, അവർ ഗവേഷണം നടത്തുകയാണ്. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോ അതങ്ങനെ തന്നെ ഒന്നും പഠിക്കാനോ പരിശോധിക്കാനോ അവർ തയ്യാറാകുന്നില്ല. അവരുടെ ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലുള്ള തെളിവുമുണ്ടോ? ഇന്നയാളുകൾ അതിനെതിർക്കുന്നു, അവർ എന്നും അങ്ങനെയാണ്, അവർ ഇന്നയാളുകളാണ്, അവർ ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുന്നവരാണ്. അത് അങ്ങനെയല്ല നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി അറിയുക ഈ നാട്ടുകാർക്കാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കാറുള്ളത്, അതിന്റെ പിന്നിലുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ സഹോദരങ്ങൾ. അതിലെ പല കഥകളും എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗൈബ് അറിയാം, അദൃശ്യം അറിയാം എന്ന രൂപത്തിലുള്ള കഥകളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളിൽ പലതും അദ്ദേഹത്തിന് പല മറഞ്ഞ കാര്യങ്ങളും അറിയാം എന്ന രൂപത്തിലുള്ള കഥകളല്ലേ സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ ഗണ്യതമായി പറഞ്ഞ കാര്യമല്ലേ? ഖുൽ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കാൻ പറഞ്ഞത്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ഭൂമിയിലും ആകാശത്തിലുള്ള ഒരുത്തനും
ഗൈബ് അറിയുകയില്ല, അദൃശ്യം അറിയുകയില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. സൂറത്തുൻ നംലിൽ അല്ലാഹു പറഞ്ഞതാ, വളരെ കൃത്യമായി പറഞ്ഞു. ആകാശത്തും ഭൂമിയിലുമുള്ള, ആകാശത്തിനും ഭൂമിക്കും അപ്പുറത്ത് ഒരാൾ ഇവിടെ ഇല്ലല്ലോ, ആ ആകാശത്തിലും ഭൂമിയിലുള്ള ഒരുത്തനും അറിയുകയില്ല അൽ ഗൈബ, അദൃശ്യത്തെ അറിയുകയില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ ഈ രൂപത്തിൽ ഗൈബ് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അമ്പിയാക്കന്മാർക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ്, അമ്പിയാക്കന്മാർ ഉദ്ദേശിക്കുമ്പോഴല്ല. ഇങ്ങനെ വളരെ കൃത്യമായി അള്ളാഹു തആല പറഞ്ഞതാണ് ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളിൽ മിക്കവാറും അവർ ഗൈബ് അറിയുന്ന, അദൃശ്യം അറിയുന്ന, അവരുടെ കറാമത്തുകൾ എന്ന് പറഞ്ഞ പേരിൽ നടന്നതും നടക്കാത്തതുമായ പല കാര്യങ്ങളും അതിൽ കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അദൃശ്യങ്ങൾ അറിയാം, നാളെ നടക്കുന്ന കാര്യം അറിയാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കാര്യം അറിയാം. അതവർ മുൻകൂട്ടി പറയുന്നു. അതുകൊണ്ടാണ് ആഗ്രഹ സഫലീകരണത്തിന് ജോലിയില്ലാത്തവർ, കുട്ടികളില്ലാത്തവർ അവരെ സമീപിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകമുണ്ട്, മൻ ഹദ്ദസക അന്നഹു യഅലമു മാ ഫീ ഗദിൻ, നാളെയുള്ള കാര്യം എനിക്കറിയാമെന്നൊരുത്തൻ നിന്നോട് പറഞ്ഞാൽ ഫഹുവ ഫഖദ് കദിബ, അവൻ പറഞ്ഞത് കളവാണ്. കാരണം എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്തു എന്നാണ്, നാളെ നടക്കുന്ന കാര്യം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ, നാളെ എന്താണ് ചെയ്യുക എന്നുള്ള ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല എന്നുള്ളത് പാരായണം ചെയ്തു എന്നാണ്. അപ്പൊ എനിക്ക് നാളെയുള്ളത് അറിയാമെന്ന് ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ അവൻ കള്ളനാണ്, അവൻ പറഞ്ഞത് കളവാണ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം വളരെ കൃത്യമാണ്. ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത് അള്ളാഹു തആല വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതൊരു സൃഷ്ടിക്കും അറിയില്ല. അമ്പിയാക്കന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമാണ്. അപ്പോ ഇവിടെ പ്രചരിപ്പിക്കുന്ന കഥകളോ അതൊന്നും ഒരിക്കലും ഒരു വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇനി നോക്കൂ സഹോദരങ്ങൾ, അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മളെല്ലാവരും ചിന്തിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മദ്രസകളിലൊക്കെ വെച്ച് അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെ കേട്ട് മനസ്സിലാക്കിയ ആളുകളായിരിക്കും മിക്കവാറും. എത്ര പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിന് മകനെ അറക്കാൻ പറഞ്ഞു. സ്വന്തം മകനെ അറക്കാൻ പറയാന്ന് പറഞ്ഞാൽ മക്കളുള്ള ആളുകൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ കുണ്ടാരത്തിലെറിഞ്ഞു. സഹോദരങ്ങളെ, അമ്പിയാക്കന്മാർക്ക് ഗൈബ് അറിയുമെന്ന വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി ചെയ്ത കാര്യം ഒന്നുമല്ല, ഒരു വില പോലെ അതിനില്ല. കാരണം അമ്പിയാക്കന്മാർക്ക് ഇബ്രാഹിം നബിക്ക് ഗൈബ് അറിയാമെന്ന് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ത്യാഗമുള്ളത്. ഇബ്രാഹിം നബിക്ക് ആദ്യം അറിയാം എന്തായിരുന്നല്ലോ, അള്ളാഹു അവസാനം എന്തു പറയും, ആടിനറക്കാൻ പറയും. അതിലിപ്പോ എന്ത് ത്യാഗമുള്ളത്? തീ കുണ്ടാരത്തിലെറിഞ്ഞാൽ ഇബ്രാഹിം നബിക്ക് അറിയാലോ എന്ത്, തീ തണുപ്പുള്ളതായിരിക്കും, പ്രയാസപ്പെടാണ്ട്. അതിൽ വല്ല ത്യാഗമുണ്ടോ? അതിലൊരു ത്യാഗം അവർക്ക് കണ്ടെത്താൻ സാധിക്കും ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക്. കാരണം ഇബ്രാഹിം നബി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇബ്രാഹിം നബിക്ക് മുൻകൂട്ടി അറിയുമായിരുന്നുവെങ്കിൽ അതിലെന്ത് ത്യാഗമുള്ളത്? ഒരു ത്യാഗവും ഇല്ല. അവസാന സമയത്ത് കുട്ടീനെ അറക്കാൻ പറഞ്ഞു. അതുപോലെ നാടകം എന്ന രൂപത്തിൽ അവർക്ക് ഈ രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും സത്യവിശ്വാസി അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ത്യാഗസമ്പന്നമായ, ത്യാഗസമ്പൂർണമായ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ വലിയ വലിയ പ്രവർത്തനങ്ങളാണ്. ഇബ്രാഹിം അല്ലദീ വഫ, എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടോ അതിലൊക്കെ കൃത്യമായ വിജയം കണ്ടെത്തിയിട്ടുള്ള മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാം. അവർക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചാൽ അവർ ചെയ്ത കാര്യങ്ങൾ ഒന്നും ത്യാഗമല്ല. അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഗൈബ് അറിയും, അമ്പിയാക്കന്മാർക്ക് ഗൈബ് അറിയും, ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പ്രത്യേകം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഉത്തരം തരേണ്ട ഒരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്, എന്നെ ബാധിക്കുന്ന വിഷയമാണ്, നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഞാൻ നരകത്തിൽ പ്രവേശിക്കാൻ പാടില്ല, നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാൻ പാടില്ല. നമ്മളൊക്കെ സ്വർഗം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, നിഷ്പക്ഷമായി പഠിക്കണം, നിഷ്പക്ഷമായി ചിന്തിക്കണം. ആ ഒരു ചിന്തയും പഠനവും
ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അള്ളാഹു തആല സത്യം കാണിച്ചു തരും. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങളെ, സാധാരണ ഈ നിസ്കാരം കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഖുതുബ കഴിഞ്ഞതിന് ശേഷം പരസ്പരം ഒരു മുആനഖ, ഒരു ആലിംഗനം ചെയ്യുന്ന സ്വഭാവമുണ്ട്. അത് തെറ്റൊന്നുമല്ല, പക്ഷെ അതിന് പ്രത്യേകം കൂലിയൊന്നുമില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതൊരു പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റുമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ കൂലി പ്രതീക്ഷിച്ച് പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യേണ്ട കാര്യമല്ല ഈ പെരുന്നാൾ ദിവസത്തിൽ ഇങ്ങനെ ആലിംഗനം ചെയ്യുക എന്നത്. ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിനൊരു പ്രത്യേക സുന്നത്തുള്ളത് പോലെ നമ്മളത് ചെയ്യരുത്. മറ്റൊരു കാര്യമുള്ളത് അൽ-തക്ബീറുൽ ജമാഇ. ഈ സന്ദർഭങ്ങളിൽ അയ്യാദ് മുത്തശ്ശിരിക്കുന്ന അസർ വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉറക്കെ ചൊല്ലാണ് വേണ്ടത്. കൂട്ടമായി ഒരാൾ ചൊല്ലുക, മറ്റൊരാൾ ചൊല്ലിക്കൊടുക്കുക, അല്ലെ കൂടെ ചൊല്ലുക, അങ്ങനെയുള്ള ചൊല്ലലല്ല. മറിച്ച് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അതൊരു കൂട്ടായി വരും. പക്ഷേ ഒരാളെങ്ങനെ ചൊല്ലുക, വേറെയുള്ള അതിന്റെ കൂടെ ചൊല്ലുക, അങ്ങനെയല്ല. നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് അങ്ങനെ തക്ബീർ, അത് ഇനിയും ചെല്ലണം. ചില ആൾക്കാർ ഇതോടുകൂടി നിർത്തില്ല, നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അത് ഒറ്റയ്ക്ക് ഉറക്കെ ചൊല്ലാം. അതിനൊരു കൂട്ടമായി നിൽക്കേണ്ട ആവശ്യമല്ല. എല്ലാവരും കൂടെ ചൊല്ലുമ്പോൾ ചിലപ്പോൾ അതൊരു കൂട്ടായിട്ട് വരുമെന്നല്ലാതെ അതൊരു യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യമാണ്. അതങ്ങനെ കൂടി ചൊല്ലുക എന്നതിന് തെളിവില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അള്ളാഹു തആലയുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല അതിനുവേണ്ടി ധാരാളമായി ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ആ വിഷയത്തിൽ, ഈ മഴ കൊണ്ട് പ്രയാസമുണ്ടായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാവരും കഴിവിന്റെ പരമാവധി ചെലവഴിക്കണം. അതിനുവേണ്ട കാര്യങ്ങൾ ഒത്താശകൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല പരീക്ഷണങ്ങളിൽ സബർ ചെയ്യാനുള്ള, ക്ഷമിക്കാനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.